പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ മൊബൈലിൽ ഇതുപോലെ ലാപ്ടോപ്പിൽ ഉപയോഗിക്കുന്ന മാതിരി ഇതുപോലൊരു ഉപയോഗം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ വീഡിയോയിലോട്ട് മുന്നോട്ട് പോകുന്നതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും ഹൈപ്പും ചെയ്യുന്നതോടൊപ്പം തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഈ ഒരു ഉപയോഗം നമ്മൾ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത്യാവശ്യ സമയങ്ങളിലെല്ലാം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഡിസ്റ്റർബും വരത്തില്ല, അല്ലാതെ നമുക്ക് ഇത് ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ ഉദാഹരണത്തിനായിട്ട് ഞാനൊരു ഇതുകൊണ്ടൊരു തംബ്നെയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണമായിട്ട് തംബ്നെയിൽ കാണിക്കുന്നതേ ഉള്ളൂ, അല്ല തംബ്നെയിൽ ചെയ്യുമല്ല കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ വീഡിയോയുടെ തന്നെ ഒരു തംബ്നെയിലാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നതായിട്ട് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാനല്ലേ. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യാം, നമ്മൾ വെളിയിൽ പോയിട്ട് നോക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ തന്നെ നോക്കാൻ വേണ്ടിയാണ് ഈ ഒരു സംവിധാനം നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് മൊബൈലിലുള്ളതാണ്, അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭാഗത്തോട്ടൊന്ന് വിരൽ വെച്ച് ടച്ച് ചെയ്തിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് ഒന്ന് വിരൽ മൂവ് ചെയ്ത് കഴിയുന്ന ഇതുപോണൊക്കെ ഒരു പോപ്പപ്പ് ഇതുപോണൊക്കെ നമ്മൾ ലാപ്ടോപ്പിലൊക്കെ കൊണ്ടുവരുന്ന അതേമാതിരി തന്നെ ഒരു ഓപ്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ വാട്സപ്പ് എന്നുള്ളത് ടച്ച് ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയ ഉടനെ നമുക്ക് വന്നിരിക്കുന്ന മെസ്സേജ് എന്താണെന്നുള്ളത് ഇവിടെയായിട്ട് കാണിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് വന്ന മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഫോട്ടോയാണ് ഇവിടോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്കിതങ്ങ് ക്ലോസ് ചെയ്തിട്ട് നമ്മുടെ ജോലി മുന്നോട്ട് തുടരുകയും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ വാട്സപ്പ് ആയിരുന്നു ഓപ്പൺ ചെയ്ത് നോക്കിയല്ലേ. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെയായിട്ട് നമുക്ക് മെയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ മെയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ മെയിലിൽ നിന്ന് കാണുന്നിടത്തോട്ട് നമ്മളൊന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് മെയിൽ ഇതുകൊണ്ട് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതല്ല, നമ്മളിപ്പോൾ മെയിൽ ചെക്ക് ചെയ്ത് നോക്കിയല്ലേ. അപ്പോൾ നമുക്ക് മെയിലല്ല, നമുക്കിപ്പം ജോലി ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് ചാറ്റ് ജിപിടിയോട് എന്തെങ്കിലും ഒന്ന് ചോദിക്കണം. അപ്പോൾ ചാറ്റ് ജിപിടിയോട് നമുക്ക് എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ചാറ്റ് ജിപിടിയുടെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് കാരണം നമുക്ക് ചാറ്റ് ജിപിടിയോടും ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ചാറ്റ് ജിപിടി ഇതുകൊണ്ടൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദിക്കാനായിട്ട് സാധിക്കും. ചോദിച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കപ്പം ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ക്ലിയർ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ പല കാര്യങ്ങളും നമുക്കിങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അഥവാ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇത്രയും ഇതല്ലാതെ നമുക്ക് വേറെ ഏതെങ്കിലും ഒരെണ്ണം മൈനസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഏതെങ്കിലും ഒരു ആപ്പ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് വേറെ എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടൊക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുകൊണ്ടൊക്കെ നമ്മളിവിടെയായിട്ട് എഡിറ്റ് എന്നുള്ള ഇവിടോട്ട് ടച്ച് ചെയ്തിട്ട് നമ്മൾ ഇതേമാതിരി ഇങ്ങനെ ഏതെങ്കിലും വേണ്ടാത്ത ഇതുകൊണ്ടൊക്കെ നമ്മൾ മൈനസ് ചെയ്യാം. ഈ പ്ലസ് കാണിച്ചിട്ടുള്ള ഇതിലേതിൽ വേണേലും, ഇപ്പോൾ ഇവിടെ ഒരുപാടെണ്ണം ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്, ഇതിലേത് വേണേലും നമ്മൾ ഒന്ന് ടച്ച് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, അത് ഇവിടെയായിട്ട് കാണുന്ന ഡണ്ണെന്ന് കാണുന്നിടത്തോട്ടൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടോട്ടങ്ങ് ആഡ് ആയിക്കോളും. ഇനി നിങ്ങളുടെ മൊബൈലിൽ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ മുകളിലായിട്ട് സെർച്ച് ബാറിൽ ഇവിടെയായിട്ട് സ്മാർട്ട് സൈഡ് ബാർ എന്ന് ഞാൻ എഴുതാൻ തുടങ്ങിയാണ്. അതിന് മുമ്പ് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് ഇവിടെയായിട്ട് ഞാൻ ഈ സ്മാർട്ട് സൈഡ് ബാർ എന്നുള്ളത് ഇത് എനബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതിങ്ങനെ എനബിൾ ചെയ്ത് വെച്ചത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെയായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലും ഇതുപോലെ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. പക്ഷേ ഇത് ഇവിടെയായിട്ട് ഞാൻ വേറൊരു കാര്യം കാണിക്കാം, അതുകൂടി കണ്ടതിന് ശേഷം നിങ്ങൾ പോയി ചെക്ക് ചെയ്ത് നോക്കുക. സ്മാർട്ട് സൈഡ് ബാർ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇത് കണക്ക് ഓക്കെ. സ്മാർട്ട് സൈഡ് ബാർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമ്മൾ എനബിൾ ചെയ്തതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇപ്പോൾ ഇവിടെയായിട്ട് ഫ്ലോട്ടിംഗ് ബാർ എന്ന് കാണുന്നിടത്തോട്ട് നമ്മളൊന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് ഇതുകൊണ്ടൊക്കെ ഇവിടെയായിട്ട് 2-3 ലൈൻ കാണാനായിട്ട് സാധിക്കും. ഇച്ചിരി വലുതാക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ സൈസ് വലുതാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൈഡിലായിട്ട് ഇവിടെ ഇങ്ങനെ കളറിൽ ഇങ്ങനെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ആ സൈസ് നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനുള്ള ഇതാണിത്. ഇതിങ്ങനെ സൈസ് ഇങ്ങനെ കൂട്ടുകയും കുറയ്ക്കാനുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇത് ഈ രണ്ടാമത്തെ ലൈൻ എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസിയാണ്. അതായത് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഇത് മൊബൈലിൻ്റെ ഏത് ഭാഗത്ത് നമ്മളിത് കൊടുത്തിരിക്കുന്നതെന്ന് കാണാൻ വേണ്ടി അത് എവിടെയായിട്ടാണെന്നുള്ളത് കാണുന്നതിന് വേണ്ടിയൊക്കെ നമുക്കത് ഇത് ട്രാൻസ്പെറൻസി ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അപ്പ് ആൻഡ് ഡൗൺ ഇത് എവിടെ മൊബൈലിൻ്റെ ഏത് ഭാഗത്ത് വേണം നമുക്കിത് സെറ്റ് ചെയ്യുന്നതെന്നുള്ളത്, ഇത് മുകളിലായിട്ട് വേണോ താഴെയായിട്ട് വേണോ, ഇത് എവിടെയായിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നതെന്നുള്ളത് അത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇത് നമുക്ക് താഴെയായിട്ട് കൊണ്ടുവന്ന് ഇത് ഏറ്റവും താഴെ കൊണ്ടുവന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ താഴെ കൊണ്ടുവന്ന് വെക്കാം. ഇപ്പോൾ താഴെയായിട്ട് വന്നിട്ടുണ്ടല്ലേ. ഇനി ഇത് സെൻട്രലായിട്ട് കൊണ്ടുവെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊണ്ടുവെക്കാം. പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് വരും, ഈ സെൻട്രലിലും താഴെയൊക്കെ ബുദ്ധിമുട്ട് വരും. ഏറ്റവും മുകളിലായിട്ട് റൈറ്റ് സൈഡിലായിട്ട് ഇത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ബെറ്റർ അല്ലേ.
ഇനി ഇത് മൊബൈലിൻ്റെ ലെഫ്റ്റ് വേണോ റൈറ്റ് വേണോ അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിലും സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ റൈറ്റ് സൈഡിൽ എൻ്റെ ഇവിടെയായിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റൈറ്റ് സൈഡിൽ ആണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അല്ലേ. ഇനി ലെഫ്റ്റ് സൈഡിലായിട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ലെഫ്റ്റ് എന്നുള്ളിടത്തോട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലോട്ട് വന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടുണ്ട്, ഇവിടെയായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് ഇനി നമുക്ക് പക്ഷേ ലെഫ്റ്റ് സൈഡ് ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണിത്. പക്ഷേ നമുക്ക് എപ്പോഴും നല്ലത് റൈറ്റ് സൈഡിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ വീണ്ടും ഇത് റൈറ്റ് സൈഡിലോട്ട് തന്നെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൊബൈലിലെ സെറ്റിങ്സിൽ പോയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. നമ്മൾ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന കാര്യത്തിന് ഡിസ്റ്റർബ് ഒന്നും ഉണ്ടാവാതെ നമുക്കിങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണിത്. അപ്പോൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്കും ഹൈപ്പും ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.